ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെ മീനം രാശിയിൽ ശനി വക്രഗതിയിലാകുന്നതിൻ്റെ ഗുണദോഷങ്ങൾ മകരക്കുറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ഉത്തരാട നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, തിരുവോണം, അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽപ്പെടുന്നവർക്ക് ശനി മീനം രാശിയിൽ വക്രത്തിലാകുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇപ്പം മീനക്കുറുകാർക്കും ലഗ്നക്കാർക്കും ജന്മരാശ്യാധിപനും 2ാം ഭാവാധിപനുമാണ് ശനി. ഇപ്പോൾ ആ ശനി 3-ൽ സഞ്ചരിക്കുകയാണ്. 3-ൽ ശനി സഞ്ചരിക്കുന്നത് അത് ഉപജയസ്ഥാനമാണ്. നല്ല സ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. പക്ഷേ ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെ ആ 3ാം ഭാവരാശി നിൽക്കുന്ന ശനി വക്രത്തിലാകുകയാണ്. അപ്പോൾ വക്രശനി ഈ കുറുകാരുടെ 5-ൽ 9-ൽ 12-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് 3-ഉം 12-ഉം ഭാവാധിപനാണ് ഗുരു. ആ ഗുരു 7-ൽ ഉച്ചരാശിയിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് ആ 3ാം ഭാവരാശിയിലേക്ക് ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം 3-ൽ ശനി വക്രത്തിലാകുന്നത് കൊണ്ടുണ്ടാകാവുന്ന ആ ദോഷങ്ങൾ പരിഹരിക്കുന്നതിന് ആ 3ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഉപജയസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നത് ഗുണം ചെയ്യും. ഇപ്പോൾ ജന്മരാശ്യാധിപനായിട്ടുള്ള ശനിയാണ് വക്രത്തിലാകുന്നത്. അപ്പോൾ അത് ഒരു നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒരു വീണ്ടും വിചാരം ആവശ്യമായിട്ടുള്ള സമയമാണ്. ഏത് കാര്യമായാലും അവ വിശദമായി പഠിച്ച് പ്രവർത്തനങ്ങളെ ക്ഷമാപൂർവം വിലയിരുത്തി മുന്നോട്ട് പോകേണ്ടുന്ന സമയമായിട്ട് അറിയുക. പ്രത്യേകിച്ച് ശനി നിൽക്കുന്നത് 3-ലാണ്. അത് നല്ലതാണ്, ഗുണാനുഭവങ്ങൾ നൽകും. എന്നാൽ 3-ൽ ശനി വക്രത്തിലാകുമ്പോൾ വർക്കിൽ ഒരു ആലസ്യം ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതുപോലെ പുത്തൻ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഒരു ആലസ്യം ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതേസമയം നിലവിലുള്ള വർക്കിൽ, പ്രവർത്തനങ്ങളിൽ നമുക്ക് ഒരു റിവ്യൂ നടത്തി പോകുന്നത് നല്ലതാണ്. ഇപ്പോൾ വർക്കിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അത് അവലോകനം ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് പോകുന്നത് ഗുണം ചെയ്യും. ഇപ്പം 3-ൽ ശനി വക്രത്തിലാകുമ്പോൾ പൊതുവെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ തലത്തിൽ ശ്രദ്ധിക്കണം. ഹാർഷായിട്ട് സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് പ്രത്യേകിച്ച് അത് സഹോദരങ്ങളുടെ കാര്യത്തിലായാലും അയൽവക്കക്കാരുമായിട്ടുള്ള കാര്യങ്ങളിലായാലും ഒക്കെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ മീഡിയ പ്രവർത്തകർ, അതുപോലെ ഈ പ്രഭാഷകർ, എഴുത്തുകാർ, അവരൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ നമ്മൾ കോമ്പറ്റിറ്റീവ് തലത്തിൽ ഒരു സ്പിരിറ്റ് കുറയാനൊക്കെ സാധ്യതയുണ്ട് 3-ൽ ആ ശനി വക്രത്തിൽ ആകുമ്പോൾ. അതേസമയം 3ാം ഭാവസംബന്ധമായ കാര്യങ്ങളിൽ നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അവ പരിഹരിക്കുന്നതിന് ഈ 3ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 3-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് ശനിയെ കൊണ്ടുള്ള ആ വക്രസ്ഥിതി കൊണ്ടുള്ള ദോഷങ്ങൾ പരിഹരിക്കാൻ സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക. പൊതുവെ നമുക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് നമുക്ക് ഭാവി കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്തു പോകുന്നതിന് ആ ഗുരുവിൻ്റെ 3-ലെ ദൃഷ്ടിക്ക് കഴിയും. ഇപ്പോൾ വർക്കിലൊക്കെ അച്ചടക്കം ആവശ്യമായിട്ടുള്ള സമയമാണ്. അതുപോലെ നമുക്ക് വർക്കിൽ അച്ചടക്കം, അതുപോലെ പ്ലാനിങ്, അതുപോലെ നമുക്ക് ഉത്തരവാദിത്വ ബോധമൊക്കെ ഈ സമയത്ത് വേണ്ടുന്ന സമയമാണ്. അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നവർക്ക് തൊഴിലിൽ ഗുണാനുഭവം ഉണ്ടാകും. ധനപരമായിട്ടുള്ളൊരു അച്ചടക്കം ഈ സമയത്ത് ആവശ്യമാണ്. വളരെ ധനപരമായിട്ട് കെയർഫുള്ളായിട്ടുള്ളൊരു ആസൂത്രണം നടത്തി പോകുന്നവർക്ക് ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും, സമ്പാദ്യം വർദ്ധിപ്പിക്കാനും കഴിയും. അതുപോലെ യാത്രകളിലും കെയർ വേണം. എല്ലാ കാര്യങ്ങളിലും ഒരു റീ അസസ്മെൻറ്റ് നടത്തി പോകുന്നത് ഈ സമയത്ത് ഗുണം ചെയ്യും. അത് നമുക്ക് ദോഷങ്ങളെ മാറ്റി ഗുണാനുഭവങ്ങൾക്ക് വഴിതെളിക്കും. അതുപോലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവർക്ക് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിയുന്ന സമയമായിട്ട് കാണുക. സ്വന്തം കഴിവുകളിൽ, അതുപോലെ തന്നെ നമ്മുടെ കഴിവുകളൊക്കെ വേണ്ട രീതിയിലൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകണം. പ്രത്യേകിച്ച് 3-ലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ വക്രത്തിലാകുമ്പോൾ നമ്മുടെ കഴിവുകൾ വിനിയോഗിക്കുന്നതിൽ ചിലപ്പോൾ ഒരു വൈമനസ്യമൊക്കെ വരും. അത് നമ്മൾ ഒന്ന് മാറ്റി നമ്മുടെ കഴിവുകൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ ജന്മരാശ്യാധിപനാണ് ശനി. വക്രത്തിലാകുമ്പോൾ ചിലർക്ക് ചിലപ്പോൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം.
ഒരു ഇമ്മ്യൂണിറ്റി കുറവ് ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. അതുപോലെ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ആലസ്യം, മെല്ലപ്പോക്ക് പഠനത്തിലുണ്ടായെന്ന് വരാം. അവയൊക്കെ നമ്മൾ പരിഹരിച്ച് പോകാൻ ശ്രമിക്കണം. 3 ശനി വക്രത്തിലാകുമ്പോൾ ധനപരമായ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൂടും, ധനവിനിയോഗത്തിൽ ശ്രദ്ധിക്കും. അതുപോലെ സംസാരത്തിലും നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്, ആഹാരത്തിലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുപോലെ കുടുംബത്തിൽ കമ്മിറ്റ്മെൻറ്റ് കൂട്ടുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാകും. അതുപോലെ ഈ വക്രശനി 5 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലർക്ക് ഉണ്ടായെന്ന് വരാം. സന്താനങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഒരു കെയർ കൊടുത്തു പോകണം. അതുപോലെ പ്രണയബന്ധത്തിൽ, ക്രിയേറ്റീവ് തലത്തിൽ ഒക്കെ ഒരു അപഗ്രഥനം ആവശ്യമായിട്ടുള്ള സമയമാണ്. വക്രശനിയൊക്കെ 9 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പിതാവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ കെയർ വേണം. പ്രത്യേകിച്ച് മുതിർന്നവർ, അധ്യാപകർ, അതുപോലെ പിതാവ്, അവരുമായിട്ടുള്ള, അതുപോലെ മെൻറ്റേഴ്സ്, ഗുരുക്കന്മാർ, അവരുമായിട്ടുള്ള ഇൻ്ററാക്ഷനിലൊക്കെ ഒരു കെയർ വേണം. അതുപോലെ ദൂരയാത്രകളിൽ ചെറിയ ഡിലേ ഒക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം, അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആത്മീയ കാര്യങ്ങളിൽ, ഉപകാര പ്രവർത്തനങ്ങളിൽ ഒക്കെ ശ്രദ്ധ കൊടുക്കുന്നത് ഈ സമയത്ത് നല്ലതാണ്. അത് ഗുണം ചെയ്യും. അത് നമുക്ക് പ്രത്യേകിച്ച് ധനച്ചെലവ് കൂടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുത്ത് പോകുന്നത് നമുക്ക്. അതുപോലെ ഈ 12 ഈ ശനിയുടെ ദൃഷ്ടി വരുന്ന സമയമാണ്. അപ്പോൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്, പ്രത്യേകിച്ച് കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും, നമുക്ക് നമ്മുടെ എഫർട്ടിൽ എന്തെങ്കിലുമൊക്കെ ആലസ്യം വരുന്നെങ്കിൽ അത് പരിഹരിക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതി നമുക്ക് 12 ശനിയുടെ ദൃഷ്ടി കൊണ്ടും അതുപോലെ ഈ 3 ആ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ടും നമുക്ക് ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.